തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവസന്നിധിയിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കുവാനും തിരുവചനം ധ്യാനിക്കുവാനും തക്കവണ്ണം ദൈവം ഒരിക്കൽ കൂടെ നൽകി തന്നതായ ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവസന്നിധിയിലെ ചില മിനിറ്റുകൾ പ്രാർത്ഥനയോടെ നമുക്ക് ചേർന്നിരിക്കാം. നമുക്ക് ആവശ്യമുള്ളതായ വചനം നമുക്ക് ലഭിക്കേണ്ടതിനായി ദൈവമുഖത്തേക്ക് നോക്കി എളിമയോടെ നമുക്ക് ചേർന്നിരിക്കാം. ഇസ്രായേൽ ജനം അശൂരിലേക്ക് അടിമകളായി പോകുന്ന ആ സംഭവമാണ്, രംഗമാണ് നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അശൂര്യ അടിമത്തം എന്ന ഒരു കാലഘട്ടം ദൈവജനത്തിൻ്റെ ഇടയിൽ കടന്നു വരുന്നു. അശൂര്യ അടിമത്തത്തിലേക്ക് ദൈവജനം കടന്നു പോകുന്നതായ ഒരനുഭവം ഉണ്ടാകുന്നു. എന്താണ് അതിനുള്ളതായ കാരണങ്ങൾ എന്ന് ഓരോന്നോരോന്നായി നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു പോരുകയാണ്. ദൈവജനം അശൂരിലേക്ക് അടിമകളായി പോകുവാൻ ഉള്ളതായ കാരണങ്ങൾ എന്തെല്ലാമാണ്? നാം ഓരോന്നോരോന്നായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച് പോരുകയായിരുന്നു. അതിൽ ഒന്ന്, സ്വന്തം ആലയവും സ്വന്തം ആരാധനയും അവർ തുടങ്ങുന്നു. ഒരിക്കലും ആരാധന എന്നുള്ളത് സ്വന്തമായി, ആത്മീയം സ്വന്തം ഇഷ്ടത്തിന് നടക്കാനുള്ളതല്ല. ദൈവം നമുക്ക് പ്രമാണങ്ങൾ തന്നിട്ടുണ്ട്, വചനം തന്നിട്ടുണ്ട്. ദൈവ വചനത്തിന് ഒത്തവണ്ണം നിൽക്കാനുള്ളവരാണ് നാം ഓരോരുത്തരും. ആരാധനയ്ക്കും ആത്മീയത്തിനുമെല്ലാം വ്യക്തമായ പ്രമാണങ്ങൾ ലഭിച്ചിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. വ്യക്തമായ ദൈവികമായ പ്രമാണങ്ങളുണ്ട്. അത് സ്വന്തം ഇഷ്ടത്തിനൊത്തവണ്ണം നാം മാറ്റിയാൽ എല്ലാവരും അടിമകളായി കൊണ്ടുപോകും. ദുഷ്ടനായ പിശാച് എല്ലാവരെയും കൊണ്ടുപോകും. അശൂര്യ അടിമത്തം എന്നുള്ള ഒന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ കടന്നു വരാനുള്ളതായ കാരണം, സ്വന്തം ഇഷ്ടത്തിന് ചില കാര്യങ്ങൾ തീരുമാനിക്കും. സ്വന്തം ആരാധനയും സ്വന്തം ആലയവും സ്വന്തം ആരാധനയും. രണ്ടാമത്തെ കാര്യമാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. എന്താണത്? ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരാക്കി. ആരാണ് ലേവ്യര്? എന്താണ് ലേവ്യരുടെ പ്രത്യേകതകൾ? ഇതെല്ലാം പുതിയ നിയമ വെളിച്ചത്തിൽ നിഴലായി നൽകപ്പെട്ടതായ പഴയ നിയമം, അതിൻ്റെ പൊരുളായ പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥയിൽ നാം ധ്യാനിക്കുകയും ഈ തിരുവചനം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാനും ഒന്ന് ശരിയാകാനും വേണ്ടിയാണ് ഈ തിരുവചനം ധ്യാനിക്കുന്നത്. കാര്യങ്ങൾ പഠിക്കണം, അറിയണം, നാം അറിവുള്ളവരാകണം, എല്ലാം വേണ്ടത് തന്നെ. പക്ഷേ നമ്മുടെ അറിവ് കൊണ്ട് പ്രത്യേകിച്ച് ആത്മാവിന് വലിയ ഗുണമൊന്നും കിട്ടില്ല. എന്നാൽ നമുക്ക് ലഭിക്കുന്നതായ അറിവ് നമ്മുടെ ജീവിതത്തെ ദൈവവചനവുമായി ഒന്ന് തുലനം ചെയ്യുവാനും ഒന്ന് ശരിയായി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണമുള്ളതായ ഒരു അവസരം ഉണ്ടാക്കുവാനുമാണ് നാം ഈ ധ്യാനം, ഈ തിരുവചനം പഠിക്കുന്നത്. ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരാക്കി. ആരാണ് ലേവ്യര്?
എന്താണ് ലേവ്യരുടെ പ്രത്യേകതകൾ? ഒരു വാക്യം നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 10-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 10-ാം അധ്യായം 8-ാം വാക്യവും 9-ാം വാക്യവും. യഹോവ ലേവി ഗോത്രത്തെ യഹോവയുടെ നിയമപ്പെട്ടകം ചുമപ്പാനും ഇന്നുവരെ നടന്നു വരുന്നത് പോലെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും അവന്റെ നാമത്തിൽ അനുഗ്രഹിപ്പാനും വേർതിരിച്ചു. അതുകൊണ്ട് ലേവിക്ക് തന്റെ സഹോദരന്മാരോടുകൂടെ ഓഹരിയും അവകാശവുമില്ല. അപ്പോൾ ലേവ്യർ എന്ന് പറയുന്നവര് ദൈവം വേർതിരിച്ചവരാ. ദൈവം വിളിച്ച് വേർതിരിച്ച കൂട്ടമാണ് ലേവ്യര്. എന്തിനു വേണ്ടിയാണ്? യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുവാനും യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും യഹോവയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുവാനും. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് വരികയാണ്. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുവാനും യഹോവയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിപ്പാനും ദൈവം വിളിച്ച് വേർതിരിച്ച കൂട്ടമാണ് ലേവ്യര്. ഞാൻ കഴിഞ്ഞ ദിവസം യോശുവയുടെ പുസ്തകം 3-4 അധ്യായങ്ങൾ നിങ്ങളത് വായിക്കണമെന്ന് പറയുകയുണ്ടായി. യോശുവയുടെ പുസ്തകം 3-4 അധ്യായങ്ങൾ, അതിൽ ലേവ്യരുടെ ശുശ്രൂഷയെക്കുറിച്ചാണ്. ലേവ്യരുടെ ശുശ്രൂഷയാണ് ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരാക്കി എന്ന് പറയുമ്പോൾ ലേവ്യന്റെ ഗുണങ്ങളില്ലാത്തവരെ ആത്മീയ ശുശ്രൂഷകളിൽ ആകുന്നു. അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷകളിൽ നിൽക്കുന്നവർ ലേവ്യന്റെ ഗുണങ്ങളില്ലാത്തവരായി പോകുന്നു. അപ്പോഴാണ് ജനം അടിമകളായി പോകുന്നത്, നശിച്ചു പോകുന്നത്. ജനം നശിച്ചു പോകുന്നു. അതിനുവേണ്ടിയാണ് എന്തെല്ലാമാണ് ലേവ്യന്റെ ഗുണങ്ങളെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, എന്തെല്ലാമാണ് ലേവ്യന്റെ ഗുണങ്ങൾ എന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ് നാം ഈ വിഷയം പഠിക്കുന്നത്. ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരാക്കി. ലേവ്യര് അവരെങ്ങനെയാണ്? നാം മനപ്പാഠം പഠിച്ചതായ വാക്യം, അതിൻ്റെ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം. ലേവ്യന്റെ ശുശ്രൂഷ. ഇസ്രായേൽ ജനം യാത്ര ചെയ്തു. അവര് യാത്ര ചെയ്ത് കനാനിനോട് അടുക്കാൻ പോവുകയാണ്. യോശുവയുടെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം, അവരുടെ മുമ്പിൽ ഒരു വലിയ തടസ്സം വരുന്നു. അവർ യോർദാൻ്റെ കരയിലെത്തി. യോർദാൻ നദി അത് കരകവിഞ്ഞൊഴുകുകയാണ്. കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ്റെ കരയിൽ അവരെത്തി. അക്കരെ കടക്കാൻ കഴിയുന്നില്ല. യോർദാൻ്റെ കരയിൽ അവരെത്തി, എന്നാൽ അവർക്ക് അക്കരെ കടക്കാനായിട്ട് കഴിയുന്നില്ല. ആ കാര്യങ്ങളാണ് 1-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അവിടെ നിന്നും 2 ഒറ്റുകാരെ യോശുവ അയക്കുന്നുണ്ട്. 2-ാം അധ്യായം അതാണ്. 2 ഒറ്റുകാരെ അയച്ചു. അവരെ രാഹാബ് എന്ന ഒരു വേശ്യ കൈക്കൊള്ളുന്നു. അവരെ ഒളിപ്പിക്കുന്നു, അവരെ രക്ഷിക്കുന്നു. ഇങ്ങനെ രാഹാബിനെ കുറിച്ചാണ് 2-ാം അധ്യായം നാം കാണുന്നത്. ഇതൊക്കെ ധ്യാനിക്കാൻ ഒത്തിരി ആത്മീയ ദൂതുകൾ അടങ്ങിയിരിക്കുന്ന വേദഭാഗങ്ങളാണ്. പക്ഷേ നമ്മളൊന്ന് ഓടിച്ച് പോകുന്നത് കൊണ്ട് അതിലേക്ക് ഞാൻ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ലേവിൻ്റെ ശുശ്രൂഷ എന്നുള്ള വിഷയമായതുകൊണ്ട് നാം 3-4 അധ്യായങ്ങൾ ഒന്ന് ധ്യാനിച്ചേ മതിയാകൂ. അവര്
യോർദാൻ കടക്കുകയാണ്. ആ രംഗമാണ് നാം കാണുന്നത്. അനന്തരം യോശുവ അതികാലത്ത് എഴുന്നേറ്റു. യോശുവ 3-ാം അധ്യായം. അവൻ ഇസ്രായേൽ മക്കളെല്ലാവരും സിത്തീമിൽ നിന്ന് പുറപ്പെട്ടു. യോർദാനരികെ വന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്ന് ജനത്തോട് കൽപ്പിച്ചത് എന്തെന്നാൽ, പാളയത്തിലെമ്പാടും നടന്ന് ജനത്തെ സന്ദേശം അറിയിക്കുകയാണ്. എന്താണത്? നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന് പിന്നാലെ ചെല്ലണം. പ്രമാണികൾ ഇസ്രായേൽ പാളയത്തിലെമ്പാടും നടന്ന് ഓരോരുത്തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽക്കലും ചെന്നിട്ട് പറയുകയാണ്. എന്താണ് പറയുന്നത്? നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് നിങ്ങൾ അവരുടെ പിന്നാലെ പുറപ്പെടണം. പുരോഹിതന്മാർ പെട്ടകം ചുമന്നു മുന്നോട്ട് പോയി. വീണ്ടും നങ്കിട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് വേറെ സന്ദേശമുണ്ട്. ഒന്ന്, ഈ പെട്ടകമെന്ന് പറയുന്നത് ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. പഴയ നിയമത്തിലെ നിയമപ്പെട്ടകം പുതിയ നിയമത്തിലെ ക്രിസ്തുവാണ്. ക്രിസ്തുവിന് നിഴലാണ് നിയമപ്പെട്ടകം. നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതാണ്. നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം. പെട്ടകത്തിൻ്റെ പിന്നാലെ പോകണം. പുരോഹിതന്മാരെ നോക്കി നടക്കാനല്ല. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ വേണം, ഉണ്ടായേ തീരൂ. യേശുവിനെ വഹിക്കുന്ന സുവിശേഷകന്മാരുണ്ടാകണം, അഭിഷിക്തന്മാരുണ്ടാകണം. അവർ വഹിക്കുന്ന പെട്ടകത്തെ നോക്കിക്കൊണ്ട് പെട്ടകം കയ്യിലുള്ള ദൈവമക്കളുടെ കൂടെ പുറകെ പോയിക്കൊള്ളുക. ക്രിസ്തുവുള്ളവരോടുകൂടെ പോയിക്കൊള്ളുക. നോക്കേണ്ടത് ചുമക്കുന്നവരെയല്ല, പെട്ടകത്തെയാണ്. പാടാറുണ്ടല്ലോ, യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ എന്ന് നമ്മുടെ പാഠപുസ്തകത്തിൽ നാം പാടുന്നുണ്ട്. ഞാനും നിങ്ങളും തീരുമാനമെടുത്തവരാണ്. എന്താണ് നമ്മുടെ തീരുമാനം? യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ. നമുക്ക് ആ ഗീതം ഒന്ന് പാടിയാലോ? യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ. 379 പാട്ട്. പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേൽ പിന്നിലേക്കിൽ അല്പവും തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. അതിന്റെ അവസാനത്തെ സ്ഥാൻസ യേശുവിനെ മാത്രം നോക്കും. യേശുവിനെ മാത്രം നോക്കും, ബാക്കിയെല്ലാം മാറ്റിടും. തീരുമാനം ചെയ്തു മേൽ പിന്നിലേക്കിൽ അല്പവും. യേശുവിനെ മാത്രം നോക്കും, ബാക്കിയെല്ലാം മാറ്റിയിടും. ഇന്ന് നമ്മുടെ ഉള്ളത്തിലൊരു വ്യക്തമായ തീരുമാനം വരണം. ഞാൻ എൻ്റെ യേശുവിനെ മാത്രം നോക്കും, ബാക്കിയെല്ലാം മാറ്റിയിടും. നിങ്ങളൊരിക്കലും കൂട്ടായ്മയെ നോക്കരുത്, ദൈവമക്കളെ നോക്കരുത്. അതെല്ലാം ഒരിക്കലും നമുക്കിനിയും ഒരബദ്ധം പറ്റരുത്, ഒരപകടം പറ്റരുത്. നാം ഇനിയും ഒരു ആത്മീയ വിപത്തിലേക്ക് പോകാൻ ഇടവരരുത്.
യേശുവിനെ മാത്രം നോക്കും, ബാക്കിയെല്ലാം മാറ്റിയിടും. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം. അങ്ങനെ പോവുകയാണ്, അവരെല്ലാവരും പോവുകയാണ്. പോകുന്ന വഴിക്ക് പറയുന്നുണ്ട്, ഈ വഴിക്ക് നിങ്ങൾ ഇതിനു മുമ്പേ പോയിട്ടില്ലല്ലോ. അപ്പോൾ ആത്മീയത്തിൽ ഞാനും നിങ്ങളും മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും പുതുവഴിയിലൂടെ നടക്കുന്നത്. ഈ വഴിയെ നിങ്ങൾ ഇതിനു മുമ്പേ പോയിട്ടില്ലല്ലോ. ഒരിക്കലും പോയിട്ടില്ലാത്ത പുതിയ അനുഭവങ്ങൾ, ഒരിക്കലും പോയിട്ടില്ലാത്ത പുതുവഴിയിലൂടെ, ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത പുതിയ പുതിയ അനുഭവങ്ങൾ. ഒരിക്കലും ഇന്നലത്തെ അനുഭവത്തിൽ നിൽക്കേണ്ടതല്ല ഇന്നത്തെ ക്രിസ്തീയ ജീവിതം. ഇന്ന് പുതിയ അനുഭവങ്ങൾ പ്രാപിച്ചുകൊണ്ട് ഓരോ ദിവസവും പുതുമന്ന ഭുജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അനുഭവം. അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യോശുവ 3:11. സർവഭൂമിക്കും നാഥനായവന്റെ നിയമപെട്ടകം നിങ്ങൾക്ക് മുമ്പായി യോർദാനിലേക്ക് കടക്കുന്നു. ആകയാൽ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് 12 ആളെ കൂട്ടുവീൻ. സർവഭൂമിയുടെ നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം 2ആയി പിരിഞ്ഞിട്ട് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. അതിന്റെ 15-ാം വാക്യം കൂടെ. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. യോർദാൻ കടക്കുന്ന കാര്യമാണ് അവിടെ കാണുന്നത്. ജനത്തെ യോർദാൻ കടത്തി വാഗ്ദത്ത ഭൂമിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ലേവ്യരായ പുരോഹിതന്മാരുടെ ശുശ്രൂഷ. അവർ പെട്ടകം ചുമക്കണം. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ യോർദാനിലെ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ, ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ, യോർദാൻ കരകവിഞ്ഞ് ഒഴുകുകയാണ്. തൊട്ടുമുള്ളിൽ വായിക്കുന്നുണ്ട്, അവർ വന്നതായ സമയം കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ തീരമെല്ലാം കരകവിഞ്ഞൊഴുകും. കരകവിഞ്ഞ് കുത്തിയൊഴുകുന്ന യോർദാൻ നദി, വലിയ നദി. ആ യോർദാൻ നദി കരകവിഞ്ഞൊഴുകുകയാണ്. കരകവിഞ്ഞൊഴുകുന്നതായ യോർദാൻ നദി യോർദാനിലെ വെള്ളം കുത്തി ഒഴുകുകയാണ്. പെട്ടകം ചുമന്ന പുരോഹിതന്മാർ നല്ല ധൈര്യത്തോടെ കാലുകൾ എടുത്തു വെച്ച് മുന്നോട്ട് നടക്കുന്നു. എന്താണ് ദൈവം അരുളി ചെയ്യുന്നത്? എന്താണ്? അവർ മുന്നോട്ടങ്ങ് പോകണം. അറച്ചു നിൽക്കരുത്, ഭയന്ന് നിൽക്കരുത്, മാറി നിൽക്കരുത്. അവരാ പെട്ടകം ചുവന്നുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ കരകവിഞ്ഞൊഴുകുന്നതായ യോർദാൻ നദി അവർ കാണുന്നു. അവർ പഠിച്ചു നിൽക്കുകയല്ല. അവരെ അടുത്ത ചുവട് വയ്ക്കേണ്ടത് എങ്ങോട്ടാണ്? യോർദാനിലെ വെള്ളത്തിലേക്കാണ്. പക്ഷെ അവിടെ വെള്ളം മാറി നോക്കി നിൽക്കാനല്ല, ആ യോർദാനിലെ വെള്ളത്തിലേക്ക് അവർ കാലെടുത്തങ്ങ് വെച്ചു. യോർദാനിലെ വെള്ളത്തിലേക്ക് കാലെടുത്തങ്ങ് വെച്ചു. അപ്പോൾ ആ കാല് വെള്ളത്തിൽ മുങ്ങി. അപ്പോൾ യോർദാൻ 2ആയി വിഭാഗിക്കപ്പെട്ടു. അങ്ങനെ വായിച്ചത് 15-ാം വാക്യം വായിച്ചത് അങ്ങനെയാണ്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ, വെള്ളം മാറുന്നത് കണ്ടിട്ടല്ല അവർ കാല് ചവിട്ടിയത്. ഓർക്കണം, വെള്ളത്തിലേക്കങ്ങ് ഇറങ്ങുക, നദിയിലേക്കങ്ങ് കാലെടുത്ത് വെക്കുകയാണ്. ആ കാല് മുങ്ങി. ആ ഉള്ളങ്കാൽ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു. അതാണ് യോർദാൻ നടത്തിയ വിധം, യോർദാൻ കടത്തിയ വിധം. നിങ്ങൾ ഓർക്കണം, എങ്ങനെയാണ് ചെങ്കടൽ കടത്തിയത്? ഈ ജനത്തെ ചെങ്കടൽ കടത്തിയത് എങ്ങനെയാണ്? പുറപ്പാട് പുസ്തകം നാം വായിക്കുന്നുണ്ട്, 14-ാം അധ്യായം 21-ാം വാക്യം. പുറപ്പാട് പുസ്തകം
14 അധ്യായം 21 വാക്യം എങ്ങനെയാണ് ചെങ്കടൽ കടത്തിയതെന്നും കാണുന്നുണ്ട്. ഒരു വ്യത്യാസം ഇവിടെ നമുക്ക് കാണാം. മോശ കടലിന്മേൽ കൈനീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുടെ ഒരു കിഴക്കൻ കാറ്റ് കൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. അപ്പോൾ ചെങ്കടൽ കടത്തുന്നത് ചെങ്കടലിന്റെ കരയിൽ വന്ന് കൈ അങ്ങ് നീട്ടി. മോശ കടലിന് നേരെ അതിൻ്റെ കയ്യിൽ വടിയെടുത്തു. മോശയുടെ കൈ ചെങ്കടലിന് നേരെ നീട്ടി, ചെങ്കടൽ വിഭാഗിച്ചു. എന്നാൽ ഇവിടെ കൈ നീട്ടാനൊന്നുമല്ല പറയുന്നത്. പെട്ടകം ചുമക്കുന്നതായ പുരോഹിതന്മാർ അവരുടെ തോളിൽ പെട്ടകവും വഹിച്ചും കൊണ്ട് അവര് നല്ല ധൈര്യത്തിൻ്റെ കാൽച്ചുവടുകൾ വെച്ച് ധൈര്യത്തോടെ അവർ മുന്നോട്ട് നടക്കുകയാണ്. അവരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ, മുങ്ങിയപ്പോൾ യോർദാൻ ഒഴുക്ക് നിന്നു. യോർദാന്റെ ഒഴുക്ക് നിന്നു. വെള്ളം ഒരു ചിറ പോലെ നിന്നു, ഒരു ചിറ കെട്ടിയതുപോലെ വെള്ളം നിന്നു. താഴെയുള്ള വെള്ളം മുഴുവനും വാർന്നുപോയി, ഉപ്പുകടലിലേക്ക് വാർന്നുപോയി. ധൈര്യത്തോടെ കാലെടുത്ത് വെച്ചു. എന്താണ് ഈ വ്യത്യാസം ഇവിടെ കാണുന്നത്? നിങ്ങൾ ഓർക്കണം, ചെങ്കടൽ അവർ മിസ്രിൽ പുറപ്പെട്ടതേ ഉള്ളൂ. എല്ലാ പ്രകൃതങ്ങളോടും കൂടെ പുറപ്പെട്ടത്. അവര് വിശ്വാസത്തിൽ വളർന്നിട്ടില്ല, ഒരു തുടക്കമേ ആയിട്ടുള്ളൂ. മിസ്രൈമിൽ പുറപ്പെടുമ്പോൾ ചെങ്കടലിൻ്റെ കരയിൽ എത്തുമ്പോൾ ഒരു തുടക്കമേ ആയിട്ടുള്ളൂ. വിശ്വാസ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഒരു പക്ഷേ അന്ന് ഈ യോർദാൻ കിടക്കുന്നതായ സമയത്ത് പറഞ്ഞതുപോലെ ചെങ്കടലിലേക്ക് അങ്ങ് കാലെടുത്ത് വെച്ചങ്ങ് പോവുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരെണ്ണം പോലും പോവില്ല. എല്ലാം തിരിച്ച് മടങ്ങിപ്പോയി ഫറവോന് കീഴ്പ്പെട്ടിരിക്കും. കാരണം അവർ വിശ്വാസത്തിൽ വളർന്നിട്ടില്ല. അവർ വളർച്ച എത്രയേ ഉള്ളൂ. ആ സമയത്ത് അവർ വിശ്വാസത്തിൽ വളർന്നിട്ടില്ല. എന്നാൽ അവർ മരുഭൂമിയിലൂടെ നടന്നു. അവരെ ഒത്തിരി പാഠങ്ങൾ ദൈവം പഠിപ്പിച്ചു. അവരോട് ദൈവം ഇടപെട്ടു, അവരെ പരിശീലിപ്പിച്ചു. ദൈവജനം വിശ്വാസത്തിൽ വളർന്നു. അവർ വളർന്നു, വളർച്ച പ്രാപിച്ചു. അതാണ് നമ്മൾ കാണുന്നത്. അവര് വിശ്വാസത്തിൽ വളർച്ച പ്രാപിച്ചു. ഞാൻ നിങ്ങളും വിശ്വാസത്തിൽ വളരണം. വിശ്വാസത്തിൽ വളർന്നു വരണം. ഉറപ്പുള്ളവരായി വരണം. യോർദാനിലേക്ക് കാൽ ചവിട്ടാൻ പറഞ്ഞാൽ യോർദാനിലേക്ക് കാൽ ചവിട്ടാൻ തക്കവണ്ണം, വെള്ളത്തിൽ കാൽ മുങ്ങാൻ തക്കവണ്ണം ചവിട്ടുവാൻ അറച്ചല്ല. അവരുടെ കാലുകൾ എങ്ങനെ ഉണങ്ങിയ നിലത്ത് ചവിട്ടിയോ അതുപോലെ തന്നെ അവരെ വെള്ളത്തിലേക്കും കാല് ചവിട്ടി. അതുപോലെ ആ ജനം വിശ്വാസത്തിൽ വളർന്നു. സ്വർഗത്തിൻ്റെ പരിപാലനത്തിൻ്റെ കീഴിൽ ഞാനും നിങ്ങളും എന്തുമാത്രം വിശ്വാസത്തിൽ വളർന്നിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ച എന്തുമാത്രമുണ്ട് നാം ശാന്തമായി ചിന്തിച്ചു നോക്കണം. ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ ഇട്ടേച്ചു പോകുന്നവരാണോ? ഒരു ചെറിയ ഭാരം വരുമ്പോൾ ഇട്ടേച്ചു പോകുന്നവരാണോ? ആരെങ്കിലും ആത്മീയത്തിൽ നിന്ന് വീണ കാണുമ്പോൾ ഇട്ടേച്ചു പോകുന്നവരാണോ? അല്ലെങ്കിൽ ആത്മീയ രംഗത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ ഇട്ടേച്ചു പോകുന്നവരാണോ? ദൈവമക്കളെ, ഞാനും നിങ്ങളും വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാകണം. ലേവ്യരായ പുരോഹിതന്മാർ അവർ വിശ്വാസത്തിൽ വളർന്നവരായിരുന്നു. കാല് വയ്ക്കാൻ പറഞ്ഞാൽ വെള്ളത്തിലേക്ക് അവർ കാലെടുത്ത് വെച്ചു. പെട്ടകം ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാർ, വിശ്വാസത്തിൽ വളർന്നവർക്ക് മാത്രമേ ജനത്തെ നടത്താൻ കഴിയുകയുള്ളൂ.
ഞാനും നിങ്ങളും വിശ്വാസത്തിൽ വളരണം. ചില പരിശോധനകൾ വരുമ്പോൾ ഇട്ടേച്ച് പോകരുത്. ചില പരിശോധനകളോട് കടന്നു പോകേണ്ടി വരുമ്പോൾ ആത്മീയം മതിയാക്കി പുറകോട്ട് പോകരുത്. എന്തെല്ലാം വന്നാലും എന്തെല്ലാം നേരിട്ടാലും ക്രിസ്തുവിന് വേണ്ടി നിൽക്കണം. കേട്ടു വായിക്കുമ്പോൾ അല്പം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടി തന്നെ കടന്നുപോയി. യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ യോർദാന്റെ ഒഴുക്ക് നിന്നു. മുകളിലുള്ളതായ വെള്ളം ഒരു കുത്തി ഒഴുകുന്നതായ ഒരു നദിയിൽ പെട്ടെന്നൊരു ചിറ കെട്ടിയാൽ ആ വെള്ളം എങ്ങനെ കെട്ടി നിൽക്കുന്നുവോ അതുപോലെ യോർദാന്റെ വെള്ളം ചിറ കെട്ടിയതുപോലെ നിന്നു. താഴെയുള്ള വെള്ളം മുഴുവനും ഉപ്പുകടലിലേക്ക് വാർന്നുപോയി. അരാബിയിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി. അപ്പോൾ ഈ ജനമെല്ലാം യോർദാൻ കടക്കുമ്പോൾ ഒരറ്റത്ത് ഒരു വശത്ത് മുകൾ വശത്ത് ചെറിയൊന്നുമില്ല, പക്ഷേ വെള്ളം ചെറു കെട്ടിയതുപോലെ നിൽക്കുന്നു. ഉണങ്ങിയ നിലത്തുകൂടെ നടക്കുകയാണ്. എപ്പോഴാണ് വെള്ളം ഒഴുകി വരുന്നത് അറിയാൻ പാടില്ല. എപ്പോഴാണ് ആ ചിറ പൊട്ടി ഇതുപോലെ വെള്ളം കുത്തി വരുമോ അറിയാൻ പാടില്ല. ജനമെല്ലാം യോർദാൻ കടക്കുകയാണ്. ജനമെല്ലാം യോർദാൻ കടന്നു പോകുമ്പോൾ ഈ പെട്ടകവും ചുമന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഓടി അങ്ങ് കടന്നു പോകാനല്ല പുരോഹിതന്മാർ നോക്കിയത്. ലേവ്യരായ പുരോഹിതന്മാർ എന്തു ചെയ്തു? അവര് യോർദാന്റെ നടുവിലേക്ക് ഇറങ്ങി. ഈ ജനമെല്ലാം യോർദാൻ കടന്നു പോകുമ്പോൾ യോർദാന്റെ നടുവിൽ ഈ ജനമെല്ലാം യോർദാൻ കടന്നു തീരുവോളം യോർദാന്റെ നടുവിൽ ഉറച്ചു നിന്നു. അവരാണ് ലേവ്യര്. ജനമെല്ലാം അക്കരെ കഴുക്കുവോളം കാലിടറാതെ പതറാതെ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുന്നവനാണ് പുരോഹിതന്മാർ. എന്താണ് ലേവിന്റെ ശുശ്രൂഷ? 1, യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കണം. ദൈവത്തിന് സ്തോത്രം. പെട്ടകം ചുമന്നുകൊണ്ട് യോർദാന്റെ വെള്ളത്തിലേക്ക് കാലെടുത്ത് വയ്ക്കണം. ദൈവത്തിന് സ്തോത്രം. പെട്ടകം ചുമന്നുകൊണ്ട് യോർദാന്റെ നടുവിൽ ഉറച്ചു നിൽക്കണം. ചില സ്റ്റെപ്പൊക്കെ ധൈര്യത്തോടെ എടുക്കണം. വിശ്വാസികൾ ധൈര്യം ചോർത്തിക്കളയരുത്. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ദൈവജനത്തിൻ്റെ ധൈര്യം ചോർത്തിക്കളയുന്നവരാകാനല്ല, ഉറപ്പോടെ ധൈര്യത്തോടെ കാലെടുത്ത് വെച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കണം. വിശ്വാസത്തിൽ വളർന്നവരായിരിക്കണം ലേവ്യരായ പുരോഹിതന്മാർ. വീണ്ടും പെട്ടകം ചുമക്കുന്നതായ പുരോഹിതന്മാർ പെട്ടകം ചുമന്നുകൊണ്ട് യോർദാനിലെ വെള്ളത്തിലേക്ക് കാലെടുത്ത് വെക്കണം. പെട്ടകം ചുമന്നുകൊണ്ട് യോർദാനിലെ വെള്ളത്തിൽ യോർദാന്റെ നടുവിൽ ഉറച്ചു നിൽക്കണം. എപ്പോൾ വരെ നിൽക്കണം? എല്ലാവരും കടന്നു തീരുവോളം. എല്ലാവരും ജനമെല്ലാം യോർദാൻ കടന്ന് തീരുവോളം ഉണങ്ങിയ നിലത്ത് അവർ ഉറച്ചു നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. ഉണങ്ങിയ നിലത്ത് അവർ ഉറച്ചു നിൽക്കണം. അതിൻ്റെ 16-ാം വാക്യം, 4:16. യോശുവയുടെ ദിവസം 4-ാം അധ്യായം 16-ാം വാക്യം. യഹോവ യോശുവയോട് സാക്ഷ്യപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരോട് യോർദാനിൽ നിന്ന് കയറുവാൻ കൽപ്പിക്ക എന്ന് അരുളി ചെയ്തു. അങ്ങനെ യോശുവ പുരോഹിതന്മാരോട് യോർദാനിൽ നിന്ന് കയറുവാൻ കൽപ്പിച്ചു. യഹോവയുടെ സാക്ഷ്യപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ നിന്ന് കയറി. ജനമെല്ലാം കടന്നു തരുവോളം യോർദാന്റെ നടുവിൽ ഉറച്ചു നിൽക്കണം. യഹോവയുടെ സാക്ഷ്യപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ നിന്ന് കയറി. പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ കരയ്ക്ക് പൊക്കി വെച്ച ഉടനെ
യോർദാനിലെ വെള്ളം വീണ്ടും അതിൻ്റെ സ്ഥലത്തേക്ക് വന്നു. മുമ്പിലത്തെ പോലെ തീരം കവിഞ്ഞൊഴുകി. ജനമെല്ലാം കടന്നിരുവോളം യോർദാന്റെ നടുവിൽ ഉറച്ചു നിൽക്കണം. ഇട്ടേച്ചു പോകരുത്, ഉറച്ചു നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരാക്കി. ലേവ്യന്റെ ഗുണമില്ലാത്തവർ ജനത്തെ നടത്തുന്നവരായി. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം വന്നാലും ഉറച്ചു നിൽക്കണം. ക്രിസ്തുവിന് വേണ്ടി നിൽക്കണം. സുവിശേഷവേല നിർത്തരുത്. ഇന്ന് പല ആളുകളും ഇനി സുവിശേഷവേലയും വേണ്ട, കൂട്ടായ്മയും വേണ്ട, ഒന്നും വേണ്ട, ഞാനിനി ഒന്നിനുമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ദൈവമക്കൾ തകരുന്നത് കണ്ടാൽ ഇട്ടു പോകാനുള്ള വഴിയാണോ ഇത്? ഒരു കൂട്ടായ്മ നശിക്കുന്നത് കണ്ടാൽ ഇട്ടു പോകാനുള്ള വഴിയാണോ ഇത്? ദൈവത്തിന് സ്തോത്രം. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. പണ്ട് ഒരു വീട്ടിൽ കള്ളൻ കയറിയ ഒരു കഥയാണ്. വീട്ടിൽ രാത്രിയിൽ പതുങ്ങി ഒരു കള്ളൻ വന്നു. ആ വീട്ടിൽ നല്ലൊരു നായ ഉണ്ടായിരുന്നു. ആ പട്ടി കള്ളനെ കണ്ടു. കള്ളനെ നേരെ കുരച്ചുകൊണ്ട് ചാടി. കള്ളൻ ഓടി ഒരു വീടിന് സമീപത്തുള്ളതായ മരത്തിന് മുകളിൽ കയറി, ഇരുട്ടുള്ളിടത്തുള്ള ഒരു മരത്തിന് മുകളിൽ കയറി കള്ളൻ മറഞ്ഞിരുന്നു. പക്ഷേ ഈ പട്ടി കുര നിർത്തുന്നില്ല. പട്ടി ഭയങ്കര കുര. നമുക്കറിയാം, രാത്രിയിലൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു പട്ടി കുരച്ചാൽ ആ പട്ടി കുരയ്ക്കുന്നത് കേട്ടുകൊണ്ട് അടുത്ത വീട്ടിലെ പട്ടി ഉണരും. ആ പട്ടിയും കുരയ്ക്കാൻ തുടങ്ങും. അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും ഒക്കെയുള്ള പട്ടികളെല്ലാം കുരയാൻ തുടങ്ങും. ആ നാട്ടിൽ മുഴുവൻ, ആ ചുറ്റുപാടുള്ള എല്ലാ വീടുകളിലും പട്ടികൾ കൂട്ടക്കുര എല്ലാം കണ്ട് എഴുന്നിട്ട് കുരയ്ക്കുകയാണ്. എല്ലാ വീട്ടിലെയും പട്ടികൾ ഉണർന്നു കുരയ്ക്കുന്നു. സാധാരണ പട്ടി കുരയ്ക്കുന്നത് നിർത്താതെ കിടന്ന് കുരയ്ക്കുമ്പോൾ വീട്ടിലുള്ളവർ ഉറക്കം ഉണരും. അവർ പുറത്തേക്കുള്ള ലൈറ്റ് ഇടും. എല്ലാ വീടുകളിലുള്ളവർ ഉണർന്നു. അവരുടെ ലൈറ്റുകളെല്ലാം ഇട്ടു. വാതിൽ തുറന്നു. പുറത്ത് വന്നു. ടോർച്ചൊക്കെ അടിച്ച് നോക്കി. പട്ടി കുരയ്ക്കണം, എന്തിനാണ് പട്ടി കുരയ്ക്കുന്നതെന്ന് എല്ലാം ടോർച്ച് എടുത്ത് നോക്കി. ഒന്നും കാണുന്നില്ല. ഈ പട്ടി വെറുതെ കുരയ്ക്കുന്നതായിരിക്കും. പട്ടിനെ ഒഴുക്ക് പറയും. അനങ്ങാണ്ട് കിടക്ക പട്ടി എന്ന് പറഞ്ഞ് പട്ടിയെ ഒഴുക്ക് പറയും. മിണ്ടാതിരിക്കുക, അടങ്ങി കിടക്ക്, ശാസിക്കും. പട്ടി ഒഴുക്ക് പറയുമ്പോൾ പട്ടികൾ കുര നിർത്തും. പട്ടികൾ വന്ന് അത് കിടക്കുന്നിടത്ത് വന്ന് കിടക്കും. പട്ടികൾ ഉറങ്ങാൻ തുടങ്ങും. അങ്ങനെ അടുത്തുള്ള വീടുകളിലെല്ലാം പട്ടികളെ കുര നിർത്തി. വീട്ടുകാരെ എഴുന്നേറ്റ് പട്ടിയെ വഴുക്ക് പറഞ്ഞു. എല്ലാ പട്ടിയും കുര നിർത്തി ശാന്തമായിട്ട് അതുപോലെ അവർ കിടന്ന്, ആ പട്ടികൾ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങി. എന്നാൽ ഒരു പട്ടി മാത്രം കുര നിർത്തുന്നില്ല. ആ പട്ടിയുടെ ഉടമസ്ഥൻ, വീട്ടുകാരൻ, പട്ടിയെ ശാസിച്ചു, വഴുക്ക് പറഞ്ഞു, അടങ്ങിക്കിടക്കുന്നു പറഞ്ഞു. എത്ര ശാസിച്ചിട്ടും വഴുക്ക് പറഞ്ഞിട്ടും ആ നായ മാത്രം കുര നിർത്തുന്നില്ല. കുരച്ചോണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? ആ നായ കള്ളനെ കണ്ടിട്ടാണ് കുരയ്ക്കുന്നത്. ഒരു കള്ളനെ കണ്ടിട്ടാണ്. ആ കള്ളനെ കണ്ടിട്ട് കുരയ്ക്കുമ്പോൾ വീട്ടുകാരൻ ശാസിച്ചാലോ തല്ലിയാലോ കുര നിർത്താൻ കഴിയില്ല. ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി നിന്നാൽ, അപ്പോസ്തലന്മാർ ഓരോരുത്തരും മഹിമ കണ്ട സാക്ഷികളായിരുന്നു. നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല ഒരു സുവിശേഷ വില എഴുതുന്നത്. അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി, ക്രിസ്തുവിനെ കണ്ടവരായി നമുക്കങ്ങനെ നിൽക്കണം. ആരെല്ലാം ശാസിച്ചാലും, ആരെല്ലാം കളിയാക്കിയാലും, എന്തെല്ലാം ദുഷിച്ചാലും, എന്തെല്ലാം നിന്ദിച്ചാലും, വാസ്തവമായും യേശുവിനെ കണ്ട്, ക്രിസ്തുവിനെ കണ്ണിന് മുമ്പിൽ കണ്ട്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ വരച്ചു കിട്ടിയവരായി കൺമുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ദൈവവേദനെ ആത്മീയത്തിൽ നിന്നോ
ശുശ്രൂഷയിൽ നിന്നോ പുറകോട്ട് വലിച്ചു മാറ്റുവാൻ ആർക്കും സാധിക്കുകയില്ല. ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം. ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു ശക്തിക്കും. അതിൻ്റെ 35 മുതലുള്ള വാക്യം നമുക്കത് വായിക്കാം. റോമർ 8:35 മുതലുള്ളതായ വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമ്മെ വേർപിരിപ്പാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ജീവനുള്ള ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് യേശുവിനെ അനുഭവിച്ചുകൊണ്ട് നാം നിൽക്കണം. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനമെല്ലാം കടന്നു തിരുവോളം യോർദാനിലെ വെള്ളത്തിൽ ഉറച്ചു നിൽക്കണം. ഞാനും നിങ്ങളും ഉറച്ചു നിന്നാൽ അനേകരെ അക്കരെ കടത്താം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാവരോടും കൂടെ നശിക്കാം. എന്തെല്ലാം വന്നാലും ഉറച്ചു നിൽക്കാനുള്ളൊരു തീരുമാനം. ഒന്ന്, എന്തെല്ലാം വന്നാലും യേശുവിൻ്റെ പിന്നാലെ പോകാനുള്ള ഒരു തീരുമാനം. 2, എന്തെല്ലാം വന്നാലും ഉറച്ചു നിൽക്കാനുള്ള തീരുമാനം. യോർദാന്റെ നടുവിൽ ഉറച്ചു നിന്നു. പെട്ടകവും ചുമന്നുകൊണ്ട് ഉറച്ചു നിന്നു. ക്രിസ്തുവിനെയും വഹിച്ചുകൊണ്ട് ഉറച്ചു നിന്നു. സുവിശേഷവുമായി ഉറച്ചു നിന്നു. സുവിശേഷ വേലയുമായി ഉറച്ചു നിന്നു. ജനമെല്ലാം കടന്നു തീരുവോളം ഈ വഴികളെ ഓടിപ്പോകാനുള്ളവരല്ല നാം. ഒരു മിന്നലായി മിന്നി മറഞ്ഞു തീരാനുള്ളവരല്ല നാം. ജനമെല്ലാം യോർദാൻ കടന്നു തീരുവോളം യോർദാന്റെ നടുവിൽ ഉറച്ചു നിൽക്കണം. അങ്ങനെ ഉറച്ചു നിന്ന അനേകരുടെ അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് അനേകർ ക്രിസ്തുവിനെ അനുഭവിക്കുമ്പോൾ, ഇന്ന് അനേകർ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കുളിർമ അനുഭവിക്കുമ്പോൾ ഉറച്ചു നിന്ന അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ വായിക്കാനിടയായി ജോൺ വൈറ്റ് എന്ന ഒരു 12 വയസ്സുകാരൻ 16-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഭരിച്ച ഇംഗ്ലണ്ടിലെ രാജ്ഞിയായിരുന്ന ക്യൂൻ മേരി ഫസ്റ്റ്, ബ്ലഡി മേരി എന്നാണ് വിളിക്കുന്നത്, രക്തമേരി എന്നറിയപ്പെടുന്ന ക്യൂൻ എലിസബത്ത്, ക്യൂൻ മേരി ഫസ്റ്റ്. ആ നാളുകളിൽ കത്തോലിക്ക സഭ വളരെ അധപ്പതിച്ച് കിടന്ന, അന്ധകാരത്തിൽ കിടന്നതായ സഭ വളരെ അന്ധകാരത്തിലായിരുന്ന ഒരു കാലമാണ്. വേദപുസ്തകം വായിക്കുന്നവർക്ക് വധശിക്ഷ കൊടുത്തിരുന്നതായ കാലം. ജോൺ ബെന്നിനെ കുറിച്ചൊക്കെ, പരദേശി മോക്ഷയാത്ര ഒക്കെ എഴുതിയ ജോൺ ബെന്നിനെ കുറിച്ചൊക്കെ ജീവിതത്തിലൊക്കെ നാം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ബൈബിൾ വായിക്കുന്നവരെ കൊന്നുകളയുന്ന ഒരു കാലം, വധശിക്ഷ നൽകിയിരുന്ന ഒരു കാലം. രാജ്ഞിയുടെ ആളുകൾ എവിടെയെങ്കിലും ആരെങ്കിലും വേദപുസ്തകം വായിക്കുന്നെന്ന് കേട്ടാൽ
പിടിച്ചു കൊണ്ടുവന്ന് വിസ്തരിച്ച് കൊന്നു കളഞ്ഞുകൊണ്ടിരുന്നതായ കാലം ജോൺ വൈറ്റ് എന്ന ഒരു 12 വയസ്സുകാരൻ ബൈബിൾ വായിക്കുന്നതായിട്ട് അറിവ് കിട്ടി. പിടിച്ചുകൊണ്ടുപോയി. രാജ്ഞിയുടെ ആളുകൾ വന്നു, ഈ ജോൺ വൈറ്റിനെ പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ 12 വയസ്സ് മാത്രം പ്രായമുള്ള ജോൺ വൈറ്റിനെ ശിക്ഷിക്കുവാനായിട്ട് കോടതിക്ക് മനസ്സ് വന്നില്ല. കോടതി താക്കീത് ചെയ്ത് മാതാപിതാക്കളെ വിളിച്ച് അവരുടെ കൂടെ പറഞ്ഞു വിട്ടു, ഇനി മകൻ ബൈബിൾ വായിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, സൂക്ഷിച്ചു കൊള്ളണം. കർശനമായി താക്കീത് ചെയ്ത് തർജ്ജനം ചെയ്ത് മാതാപിതാക്കളുടെ കൂടെ വിട്ടു. എന്നാൽ ജോൺ വൈറ്റ് കിട്ടുന്ന സമയമെല്ലാം ബൈബിൾ തുറന്നു വായിക്കും. തൻ്റെ ശീലത്തിൽ ഒരു വ്യത്യാസവും വരുത്തിയില്ല. രക്തമേരിയുടെ ആളുകൾ അറിഞ്ഞു. ജോൺ വൈറ്റിനെ പിടിക്കാനായി വീട്ടിലേക്ക് എത്തി. പക്ഷെ അവർ വരുന്നത് അറിഞ്ഞ് ജോൺ വൈറ്റ് വീട് വിട്ട് ഓടിപ്പോയി. കണ്ടെത്തിയില്ല, പിടിക്കാൻ കഴിഞ്ഞില്ല, ഒളിവിൽ പാർത്തു. ഈ രക്തമേരിയുടെ ആളുകൾ മുഴുവൻ അന്വേഷിച്ചിട്ടും ഈ ജോൺ വൈറ്റിനെ കണ്ടെത്തിയില്ല. ഒടുവിൽ മാതാപിതാക്കളെ വിളിച്ചു. മാതാപിതാക്കളെ വിളിച്ചിട്ട് 30 ദിവസത്തിനുള്ളിൽ ജോൺ വൈറ്റിനെ പിടിച്ച് കോടതിയിൽ ഹാജരാക്കണം, അല്ലെങ്കിൽ താങ്കളെ കൊന്നുകളയുമെന്ന് പിതാവിനോട് പറഞ്ഞു. ജോൺ വൈറ്റിൻ്റെ അപ്പൻ അന്വേഷിച്ച് നടന്നു. ജോൺ വൈറ്റ് എന്ന് വിളിച്ചുകൊണ്ട് അന്വേഷിച്ച് തപ്പി നടന്നു. ജോൺ വൈറ്റ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു ദിവസം ആ പേര് വിളിച്ച് നടക്കുന്നതായ അപ്പനെ ജോൺ വൈറ്റ് കണ്ടു. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും കരഞ്ഞു. ജോൺ വൈറ്റ് വീട്ടിലെത്തി. അപ്പൻ കാര്യമെല്ലാം പറഞ്ഞു. മകനെ, നീ കോടതിയുടെ മുമ്പിൽ ചെന്ന് ഇനി ഈ ബൈബിൾ വായിക്കുകയില്ല എന്ന് സത്യവാങ്മൂലം ഒപ്പിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എന്നെ അവർ കൊന്നുകളയും. ജോൺ വൈറ്റ് പറഞ്ഞു, എനിക്കതിന് കഴിയുകയില്ല, ഞാൻ ബൈബിൾ വായന നിർത്തില്ല, എനിക്കതിന് കഴിയില്ല. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇനി ഒളിവിൽ പോയാൽ ഒരു 30 ദിവസം കഴിയുമ്പോൾ അപ്പനെ അവർ കൊല്ലും. പിന്നെയും ഒരു 30 ദിവസം കഴിയുമ്പോൾ അമ്മയെ പിടിച്ചവർ കൊല്ലും. പിന്നെ ഒരു 30 ദിവസം കഴിയുമ്പോൾ എൻ്റെ സഹോദരനെ, ജ്യേഷ്ഠനെ ചേട്ടനെ പിടിച്ചവർ കൊല്ലും. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ കോടതിയുടെ മുമ്പിൽ നേരിട്ട് ചെന്ന് കോടതിയിൽ ഞാൻ എൻ്റെ കാര്യമെല്ലാം പറഞ്ഞുകൊള്ളാം. എന്നെ കത്തിക്കണമെങ്കിൽ അവരെ കത്തിക്കട്ടെ, എന്നെ കൊല്ലണമെങ്കിൽ അവരെ കൊല്ലട്ടെ. മാതാപിതാക്കൾ തടുത്തു, മോനെ നീ പോകരുത്, ചെയ്യരുത്. എന്നാൽ ജോൺ വൈറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. നേരെ കോടതിയിൽ ചെന്ന് മാതാപിതാക്കളുടെ കണ്ണ് വെട്ടിച്ച് ഓടിച്ചെന്ന് കോടതിയിൽ ചെന്ന് പറഞ്ഞു, ഞാനാണ് ജോൺ വൈറ്റ്. കൊള്ളാം, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? നല്ല വ്യക്തമായ തീരുമാനം നീ എടുത്തിട്ടുണ്ടോ? ഇനി ബൈബിൾ വായിക്കില്ല എന്ന ഉറപ്പുള്ള തീരുമാനത്തോടെയാണോ നീ വന്നിരിക്കുന്നത്? ജോൺ വൈറ്റ് പറഞ്ഞു, ഞാൻ എൻ്റെ മരണം വരെ ബൈബിൾ വായിക്കും, മറ്റുള്ളവരോട് ഞാൻ വചനം പറയുകയും ചെയ്യും. ഈ ലോകരക്ഷകനായ യേശുവിനെ, ഏക രക്ഷകനായ യേശുവിനെ ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്തും.
അവനെ കൊന്നുകളയുവാൻ രക്തമേരി കൽപ്പിച്ചു. ഒരു കൽത്തൂണിൽ പിടിച്ചു കെട്ടി ചുറ്റും വിറകടക്കി വൈക്കോൽ കൂന കൂട്ടി, വൈക്കോലെല്ലാം വാരി കൂട്ടി വിതറിയിട്ടു. അവനെ കൊല്ലാൻ പോവുകയാണ്. തീ കൊളുത്തി അഗ്നിയിൽ ദഹിപ്പിക്കാൻ പോവുകയാണ്. അവനോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, എൻ്റെ ഈ കൈകൾ ബന്ധനമൊന്ന് അഴിച്ചു കിട്ടിയാലും മതി. എൻ്റെ കൈകളിൽ ഈ ചെങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന ചെങ്ങലൊന്ന് അഴിക്കുക. എൻ്റെ കൈകൾ സ്വതന്ത്രമായി കിട്ടിയാൽ മതി. ആ വിറകിനെ തീ കൊളുത്തുമ്പോൾ എങ്ങനെയെങ്കിലും അവൻ രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ചു. ഒരു കാര്യം ചെയ്തു. അവൻ്റെ മുമ്പിൽ ആ വിറകിൻ്റെ മീതെ അവൻ വായിച്ചതായി ബൈബിളിൽ കൊണ്ടുവന്ന ആ വിറകിൻ്റെ മീതെ വെച്ചു. ആദ്യമായി ബൈബിൾ കത്തിക്കാം. ആ ബൈബിൾ കത്തുന്നത് കാണുമ്പോഴെങ്കിലും അവൻ തീരുമാനം മാറ്റും, അവനെ രക്ഷിക്കാമെന്നവർ ചിന്തിച്ചു. എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ അവർ ആഗ്രഹിച്ചു. ആ ചിതയ്ക്ക് തീ കൊളുത്തി. ചൂട് കൂടിക്കൂടി വന്നു. തീ കത്തി കയറി വരികയാണ്. അവൻ രണ്ട് കൈ മുന്നോട്ട് നീട്ടി അങ്ങ് ഏങ്ങി നിന്ന അവൻ ആ രണ്ട് കൈ നീട്ടി ആ ബൈബിൾ കയ്യിലെടുത്തു. അവൻ ആ ബൈബിൾ ചുംബിച്ചിട്ട് തൻ്റെ മുമ്പിൽ ആളുകൾ ധാരാളം പേര് കൂടിയിരിക്കുന്നുണ്ട്. അനേക ആളുകൾ അവിടെ കൂടിയിരിക്കുന്നുണ്ട്. ആ ബൈബിൾ തൻ്റെ ആ ആളിൽ കൂടിയിരിക്കുന്ന ആളുടെ മുമ്പിൽ തന്നെ ജ്യേഷ്ഠൻ ഇരിക്കുന്നത് കണ്ടു. ആ ചേട്ടന് നേരെ ആ ചേട്ടൻ്റെ കൈകളിലേക്ക് ആ ബൈബിൾ അങ്ങ് എറിഞ്ഞിട്ടു. അവൻ വിളിച്ചു പറഞ്ഞു, ചേട്ടാ, അച്ചാച്ച, ഞാൻ അക്കരെ നാട്ടിലേക്ക് പോവുകയാണ്. നീ സ്വർഗത്തിൽ വരണം. നീ തനിയെ വന്നാൽ പോരാ, ഒരു കൂട്ടം ആളുകളെയും കൂട്ടിക്കൊണ്ട് നീ സ്വർഗത്തിൽ വരണം. നിനക്ക് വരുവാനും അവരെ കൂട്ടിക്കൊണ്ടുവരുവാനും സഹായിക്കുന്ന ഒറ്റ ഗ്രന്ഥം ഈ ബൈബിൾ മാത്രമാണ് എന്ന് പറഞ്ഞ് ആ ബൈബിൾ തൻ്റെ ജ്യേഷ്ഠന് നേരെ എറിഞ്ഞിട്ട് കൊടുത്തു. തീയാളി കത്തി. ഒരു വലിയ കൂട്ടം ആളുകൾ സാക്ഷികളായി നിൽക്കുകയാണ്. ആ തീയിൽ ആ ബാലൻ കത്തി അമർന്നു. ജോൺ വൈറ്റ് ആ തീജ്വാലയിൽ കത്തി ഒടുങ്ങി. എന്നാൽ ഇത് കണ്ടു നിന്നതായ ആളുകളുണ്ട്. ഇതിനെ സാക്ഷ്യം വഹിച്ചതായ ആളുകൾ അവരിളകി മറിഞ്ഞു. അവർ പറഞ്ഞു, ഇനി ഇതുപോലൊരു അവസ്ഥ ഉണ്ടാകരുത്, ഇനി ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാകരുത്. ബ്രിട്ടനിലെ ജനങ്ങൾ ഇളകി, ഇനി ഒരാൾ ഇങ്ങനെ മരിക്കാനിടയാകരുത്. ബൈബിൾ വായിക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരണം. ആ ബൈബിൾ മ്യൂസിയത്തിൽ വെക്കണം. വലിയൊരു വിപ്ലവം ഉണ്ടായി. വലിയൊരു കലഹം ഇംഗ്ലണ്ടിലുണ്ടായി. ആ കലഹം അതിനെ ക്രമീകരിക്കാൻ കഴിയാതെ 1558 നവംബർ മാസം 17-ാം തീയതി ഈ രക്തമേരി ക്വീൻ മേരി ഫസ്റ്റ് സ്ഥാനഭ്രഷ്ടയാവുകയും തുടർന്ന് ക്വീൻ എലിസബത്ത് ഭരണത്തിൽ വരികയും ചെയ്തു. 3 ആഴ്ചക്കകം ബൈബിൾ വായിക്കുവാനും വീടുകളിൽ സൂക്ഷിക്കുവാനും അനുവാദം ലഭിച്ചു. ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? നാം ഉറച്ചു നിന്നാൽ, ഒരു 12 വയസ്സുകാരൻ ഉറച്ചു നിന്നതുകൊണ്ട് അനേകർ ദൈവരാജ്യത്തെത്താൻ തക്കവണ്ണം, ദൈവവചനം വായിക്കാൻ തക്കവണ്ണമുള്ള ഒരവസ്ഥ സംജാതമായി. അവൻ വിശ്വാസം തള്ളി പറഞ്ഞിരുന്നെങ്കിലോ? ഞാനിന്ന് വാക്കുകളോടെ നിർത്തുകയാണ്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ യോർദാനിലെ വെള്ളത്തിൽ ഉറച്ചു നിന്നു.
ജനമെല്ലാം കടന്നു തിരുവോളം അവർ പെട്ടകം ചുമന്നുകൊണ്ട് യോർദാന്റെ നടുവിൽ അവരെ ഉറച്ചു നിന്നു. യോർദാന്റെ നടുവിൽ ഉറച്ചു നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. ഈ ലേവ്യന്റെ ഗുണങ്ങൾ നമുക്കുണ്ടോ? ഞാൻ എൻ്റെ യേശുവിനെ വഹിക്കുന്നുണ്ടോ? എൻ്റെ തോളിൽ ഞാൻ എൻ്റെ യേശുവിനെ വഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാൻ യേശുവുള്ളവനായിട്ടാണ് നിൽക്കുന്നത്. പെട്ടകം ചുമന്നുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രതികൂലങ്ങളുടെ മേൽ കാലെടുത്ത് വെച്ച് മുന്നോട്ട് പോകണം. പ്രതികൂലങ്ങളുടെ നടുവിൽ ഉറച്ചു നിൽക്കണം. അങ്ങനെ നിന്നാൽ അനേകരെ രക്ഷിക്കാൻ കഴിയും. നമ്മുടെ തലകളെ ഉണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, ലേവ്യരല്ലാത്തവർ പുരോഹിതന്മാരാകുന്ന ഈ കാലം, അനേകർ ദുഷ്ടന്റെ അടിമത്തത്തിലേക്ക് പോകുന്നതായി ഈ കാലം, കർത്താവേ, ലേവ്യന്റെ ശുശ്രൂഷ നീ ഞങ്ങളെ ഭരമേൽപ്പിച്ചിട്ടുണ്ടല്ലോ. നീ ഞങ്ങളെയാണല്ലോ വിളിച്ച് വേർതിരിച്ചത്. അക്കാലത്ത് അവിടുന്ന് ലേവി ഗോത്രത്തെ വിളിച്ച് വേർതിരിച്ചുവെങ്കിൽ ഈ കാലത്ത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെയാണല്ലോ വിളിച്ച് വേർതിരിച്ചത്. കർത്താവേ, അവിടുത്തെ പെട്ടകം ചുമക്കുവാൻ, പെട്ടകം ചുമന്നുകൊണ്ട് പ്രതികൂലങ്ങളെ ചവിട്ടി മുന്നോട്ട് പോകുവാൻ, പ്രതികൂലങ്ങളുടെ നടുവിൽ, യോർദാന്റെ നടുവിൽ ഉറച്ചു നിൽക്കുവാൻ, ജനമെല്ലാം കടന്നു കഴിയുവോളം ഉറച്ചു നിൽക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ.